പേർഷ്യൻ ഗൾഫ് മേഖലയാകെ യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് വൻ ശക്തി രാജ്യങ്ങളായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിലുണ്ടായ തുടർച്ചയായ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് കരുനിഴൽ വീഴ്ത്തിയെങ്കിലും ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ ഈ ആഴ്ച ഖത്തറിലേക്ക് തിരിക്കുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി യാതൊരു വിധത്തിലുമുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇറാൻ ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ചൊവ്വാഴ്ച ദോഹയിൽ ഇരു വിഭാഗവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ആദ്യം വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തുകയായിരുന്നു. തങ്ങൾ തമ്മിൽ യാതൊരുവിധ ചർച്ചകളും സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് മുതിർന്ന ഇറാനിയൻ ചർച്ചക്കാരൻ വ്യക്തമാക്കിയത്. മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിലേക്ക് തങ്ങളുടെ പ്രതിനിധി സംഘം പോകുന്നുണ്ടെന്നും അത് അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താനല്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചു. ഇടക്കാല കരാറിന്റെ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് തങ്ങൾ പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം സന്ദേശങ്ങൾ ഖത്തർ വഴി പരസ്പരം കൈമാറാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ഭാഗത്തു നിന്ന് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നറും ഖത്തറിലേക്ക് പറക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലെവിച്ചും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകളുടെ മറ്റൊരു മധ്യസ്ഥയായ പാകിസ്ഥാനും ചൊവ്വാഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഖത്തറിലുള്ള തങ്ങളുടെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകിട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് പ്രതിനിധികൾ പോകുന്നതെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി ആവർത്തിച്ചു. ഏതാണ്ട് $6 ബില്യൺ മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ ഖത്തർ ഉടൻ റിലീസ് ചെയ്യുമെന്നാണ് സൂചന. ഈ പണം ഉപയോഗിച്ച് ഇറാന്റെ ജനങ്ങൾക്കായി US നിന്നും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനാണ് പദ്ധതി. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഈ ഫണ്ട് റിലീസിനെ കുറിച്ച് പരസ്യമായി സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ചതു മുതൽ ആഗോള ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷമാണ് ഇപ്പോഴത്തെ പ്രധാന വില്ലൻ. ലോകത്തെ 5 എണ്ണയും കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാന്റെ ഭീഷണികൾ കാരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഒമാന്റെ പ്രാദേശിക ജലാതിർത്തി കപ്പലുകൾക്കായി തുറന്നുകൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഖത്തറിന്റെ ക്രൂഡ് ഓയിൽ വഹിച്ച കപ്പലിന് നേരെ ഉൾപ്പെടെ ഇറാൻ 2 തവണ ആക്രമണം നടത്തി. ഇതിന് തിരിച്ചടിയായി അമേരിക്ക വ്യോമാക്രമണം നടത്തുകയും തൊട്ടുപിന്നാലെ ഞായറാഴ്ച ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. തിങ്കളാഴ്ചയോടെ ഇരു വിഭാഗവും ആക്രമണങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇട്ടിരിക്കുകയാണ്. നിലവിൽ ഇരുപക്ഷവും അല്പം പിന്നോട്ട് പോയിട്ടുണ്ടെന്നും കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനാകുമെന്നുമാണ് US ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഇതിനിടെ പുതിയൊരു തർക്കത്തിന് കൂടി ഹോർമൂസ് കടലിടുക്ക് വേദിയാവുകയാണ്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്നും സുരക്ഷാ സംവിധാനങ്ങൾ, മലിനീകരണ നിയന്ത്രണം, നാവിക സഹായം എന്നിവയ്ക്കായി സർവീസ് ചാർജ് ഈടാക്കാൻ ഒമാനും ഇറാനും ആലോചിക്കുന്നതായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദി വ്യക്തമാക്കി. എന്നാൽ കപ്പലുകൾക്ക് ട്രാൻസിറ്റ് ഫീസ് ഏർപ്പെടുത്തുന്നതിനെ ഒമാൻ അനുകൂലിക്കുന്നില്ലെന്നും അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ പാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണം ഈടാക്കുന്നതിനെ ഗൾഫ് അറബ് രാജ്യങ്ങളും അമേരിക്കയും ശക്തമായി എതിർക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഖത്തറിൽ നടക്കുന്ന ചർച്ചകൾ ഈ മേഖലയുടെ ഭാവി എന്താകുമെന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും.